പോകെ പോകെ സിനിമയിലെ ഇമ്പോസിഷനും എനിക്ക് ഭയമില്ലാതായി. കാരണം ഈ ഇമ്പോസിഷനുമായിട്ട് ഞാൻ ഒരുപാട് ബന്ധമുള്ള ആളാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഷുമാർക്കും അതുപോലെ തന്നെ ടീച്ചർമാർക്കൊക്കെ അവർ പറയുന്ന അത്ര ഇമ്പോസിഷൻ കറക്റ്റായിട്ട് എഴുതി കൊടുത്തൊരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. അവർ പറയുന്നത് അത്രയും. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും ഇത് കലപ്പയേന്തിയ കൈകളാണ്, ചിലർ പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ നേരത്തെ കൊടി പിടിച്ച കൈകളാണ് എന്ന് പറയുന്നത് പോലെ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് ഇമ്പോസിഷൻ എഴുതി തഴമ്പിച്ച കൈകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെയാണ്, ഈ ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക, ഇതിനെയാണ് ബാലപീഡനം എന്ന് പറയുന്നത്. ആ കാലത്ത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇരിഞ്ഞാലക്കുടയിൽ അതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ മാഷുമാരും ടീച്ചർമാരും രക്ഷപ്പെട്ടു. പഞ്ചശീലങ്ങൾ എന്തൊക്കെ? ബർക്കലി പറയൂ. അവനാ ശീലം ഇല്ല. സൈലൻസ്. നെക്സ്റ്റ് ഷെയ്ക്ക് പറയൂ. പെരിക്കപ്പെട്ടിക 16 16 16 16 16 16 48 16. കണക്ക് ക്ലാസ് കഴിഞ്ഞ് നീ അറിഞ്ഞില്ലേ ഷെയ്ക്ക്? ഞാൻ ഉറങ്ങല്ലായിരുന്നു ടീച്ചർ. സൈലൻസ്. നെക്സ്റ്റ് ഇന്നസെന്റ്, നിനക്ക് പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? വല്ല നേർച്ചയോ മറ്റോ ഉണ്ടോ? നെക്സ്റ്റ് അപ്പുക്കുട്ടൻ പറയൂ. ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, മദ്യപാനം ചെയ്യരുത്, ചരിത്രദൂഷണം ചെയ്യരുത്. വെരി ഗുഡ്. സിറ്റ് ഡൗൺ. കേട്ടല്ലോ എല്ലാവരും? എത്ര എന്ത് ഇമ്പോസിഷൻ എഴുതേണ്ടത് എത്ര പ്രാവശ്യമാണെന്ന്? 25 പ്രാവശ്യം. ആദ്യത്തിരി കൂടുതലല്ലേ? ഒരു 15 നിർത്തിക്കൂടെ? സൈലൻസ്. നാളെ വരുമ്പോ 25 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. യു സിറ്റ് ഡൗൺ. ടീച്ചർ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിത് രാത്രി മുഴുവനും കുത്തിപ്പിടിച്ചിരുന്ന് എഴുതുകയാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞ ഇന്നസെൻ്റ് ഒരു പ്രശ്നമാണ്. അത് 50, 100, 200 എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ എഴുതാൻ തയ്യാറാണ്. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ആർക്ക് സമയം? അതിന് ക്ലാസ്സിൽ കുറേ പേര് പഠിക്കാനുണ്ട്. എനിക്ക് ലോകകാര്യങ്ങൾ ഒരുപാട് നോക്കണം, രാഷ്ട്രീയം നോക്കണം. ഇങ്ങനെയൊക്കെ പഠിക്കാൻ എനിക്ക് ഒക്കൂ. ഓരോ ക്ലാസ്സിലും 2, 3 കൊല്ലം വീതം തോറ്റ് ശീലമുള്ള എനിക്ക് വാല് മുറിയുന്നത് എവിടെയാണെന്നും ഇമ്പോസിഷൻ കിട്ടുന്നത് എന്തിനൊക്കെയാണെന്നും എനിക്കറിയാം. മധ്യവേനൽ അവധിക്കാലത്ത് എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഓടിച്ചാടി തുള്ളി കളിക്കുമ്പോൾ ഞാൻ സ്വല്പം പുസ്തകപ്പുഴുവാകും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കും. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അത് തന്നെ. ഇന്നച്ചൻ ഇന്ന് താഴോട്ട് കണ്ടില്ലല്ലോ വൈകുന്നേരം. അവൻ എന്തെടുക്കാ മുനിഞ്ഞിരുന്ന്? ഞാൻ പോയി നോക്കി. എന്താ ചെയ്യണ അവൻ? ഭയങ്കര എഴുത്താ. എഴുത്തോ? ആ, പുസ്തകം നോക്കുന്നു, പകർത്തി എഴുതുന്നു. സിനിമാ പാട്ട് പുസ്തകമായിരിക്കും. പാഠപുസ്തകം. എന്റെ ഈശോയെ, 3-4 ദിവസമായല്ലോ ചെക്കനീ പാട് തുടങ്ങിയിട്ട്. എന്താ അവന് പറ്റിയാവോ? അവന് തന്നെ ബോധ്യമായിട്ടുണ്ടാവും ഇനി ഇങ്ങനെ നടന്നാൽ പറ്റില്ല എന്ന്. മറ്റുള്ളവരൊക്കെ നല്ല വഴിക്കായി. അവരെ പോലെ അവിടെ നിന്ന് മാതാവ് തോന്നിപ്പിച്ചിട്ടുണ്ടാവും. ഉമ്മർത്തി കിടക്കുന്ന ബെഞ്ചുമേലുള്ള കമിഴ്ന്നെടുപ്പ് മാറിയപ്പോ തന്നെ അവൻ പാതി രക്ഷപ്പെട്ടു. മാർഗരത്തെ, എന്തിയേ തലതെറിച്ചവൻ? എന്താ ഈ നേരം വരെ ഒന്നും ഒപ്പിച്ചില്ലേ? ഇല്ല, അതിശയം. അവനാകെ മാറി. പിള്ളേര് പറയുമ്പോഴാ ഞാൻ അറിയണേ. എന്തു പറ്റിയവന്? രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി. സ്കൂള് പൂട്ടല്ലേ, വേറെ എവിടെയും പോകാനല്ലാത്തോണ്ടാവും. അല്ലാന്ന്, അവനാകെ മാറിയെന്നാ തോന്നണേ. മോളിൽ കയറിയിട്ട് ഒറ്റ ഇരിപ്പാ. അവൻ പഠിക്കുക. സൂക്ഷിക്കണം മാർഗരത്തെ. അടിവഴി തുറക്കുന്ന ശീലമുള്ളവൻ മോളിന്നേ തുറക്കാൻ തുടങ്ങുമ്പോ സത്യമായിട്ടും സൂക്ഷിക്കണം. അയ്യോ മനുഷ്യനെ, അങ്ങനെയല്ലാന്ന്. അവനിരുന്ന് പഠിക്കുക. എന്റെ കർത്താവേ, ഇതെന്ത് പരീക്ഷണം! പാഠപുസ്തകം നോക്കി ഓരോന്ന് എഴുതി പഠിക്കുക. വൈകിട്ട് കാപ്പിക്ക് കൂടി താഴെ വന്നില്ല. മോളി കൊണ്ടുപോയി കൊടുക്കായിരുന്നു. സംശയമില്ല, കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ബോധ്യായില്ലെങ്കിൽ നിങ്ങൾ ചെന്നൊന്ന് നോക്ക്. ഞാൻ അപ്പോഴേക്കും കുളിക്കാൻ വെള്ളം ചൂടാക്കാം.
കയ്യക്ഷരം നന്നാക്കാനാണെങ്കിൽ താഴെയുള്ളവരുടെ സ്ലേറ്റ് ഇവിടെ കാണും. കടലാസിന് അക്രമം വരെയുള്ളപ്പോൾ തന്നെ വേണോ നിന്റെ ഈ സാഹസം? നീ അടക്കം 8 എണ്ണത്തിനെ പഠിപ്പിച്ച് കയറ്റേണ്ട ഭാരമാണ് എൻ്റെ തലയിൽ. ഇത് കണ്ട് അവറ്റയും കൂടി ഈ വഴി തുടങ്ങിയാലേ ഞാൻ തെണ്ടും.